ശ്രീ ജിതിൻ ദേവ്, ഇവിടെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. SITയുടെ അന്വേഷണം കൃത്യമായി നടക്കുന്നത് കൊണ്ടല്ലേ CPMന്റെ മുൻ MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പത്മകുമാർ, അതുപോലെ തന്നെ കമ്മീഷണറും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന N വാസു, CPMന്റെ നോമിനിയായിട്ടുള്ള വിജയകുമാർ അടക്കമുള്ള ആളുകൾ അകത്തു പോയത് കൃത്യമായി അന്വേഷണം നടക്കുന്നത് കൊണ്ടല്ലേ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനെങ്കിലും തയ്യാറായത് നിഷ്പക്ഷമായ അന്വേഷണ സംഘം ഉള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട് SIT കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ഹസ്കറിന്റെ നിരീക്ഷണം. എങ്ങനെ കാണുന്നു ഈ വിലയിരുത്തലിനെ ശ്രീ ജിതിൻ ദേവ്? അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ശ്രീ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ അദ്ദേഹം ദർശനം നടത്തിയ സമയത്ത് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയാണോ ഒറിജിനൽ പോറ്റിയാണോ എന്നൊന്നും അദ്ദേഹത്തിന് ആ തിരക്കിനിടയിൽ നോക്കാൻ പറ്റിയില്ല. നോക്കൂ, ഈ ശ്രീ സേനാപതി വേണു, അങ്ങൊരു എന്താണ് അങ്ങയുടെ വാദങ്ങൾ ഒട്ടും അങ്ങോട്ട് യോജിക്കുന്നില്ല. കാരണം ഈ ശ്രീമതി സോണിയാഗാന്ധിയെ ഈ പോറ്റി കണ്ടത് ശബരിമലയിലൊന്നും അല്ലെങ്കിൽ പമ്പയിലൊന്നും വെച്ചിട്ടല്ല. ശ്രീമതി സോണിയാഗാന്ധിയെ പോറ്റി കണ്ടിരിക്കുന്നത് അത് അവരുടെ ഔദ്യോഗിക വസതിയിലാണ്, ജൻപതിലാണ്. അല്ലാതെ ശബരിമലയിൽ വന്നപ്പോൾ അവിടെ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയെ കണ്ടുമുട്ടിയതല്ല. ആ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിക്കൊപ്പം അകമ്പടി പോയിരിക്കുന്നത് നിങ്ങളുടെ 2 MPമാരാണ് 2 തവണയായിട്ട്. അതോ ഇനി MPമാരെ പോറ്റി കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞ് കൊണ്ടുപോകണമെന്ന് നമുക്കറിയില്ല. അത് വ്യക്തമാക്കേണ്ടത് MPമാരാണ്. ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് എനിക്ക് ബന്ധപ്പെട്ട മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബെല്ലാരി MP ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് സോണിയാഗാന്ധി, അതുകൊണ്ട് വേണമെങ്കിൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പത്തനംതിട്ട MP അല്ലേ, പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് നമുക്കറിയില്ല. അത് വേറെ കഥ. അപ്പോൾ അതുകൊണ്ട് ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ അങ്ങയുടെ ഭാഗത്തു നിന്ന് ന്യായമായ ഒരു ഉത്തരം വന്നിട്ടില്ല. ചിലപ്പോൾ അങ്ങേക്ക് അറിവുണ്ടായിരിക്കില്ല, അടൂർ പ്രകാശ് അത് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് പോലും. അപ്പോൾ അതിന് വ്യക്തമാക്കേണ്ട ഉത്തരം കൃത്യമായിട്ട് വരെ വന്നിട്ടില്ല. 2, ശ്രീ ഹസ്കർ അദ്ദേഹം പറഞ്ഞ ശ്രീ വിനോദ് അദ്ദേഹം പറഞ്ഞ വാചകത്തിനകത്ത് മറ്റൊരു വാചകം കൂടിയുണ്ട്. ചില അറസ്റ്റുകളോട് അദ്ദേഹം യോജിക്കുന്നില്ല. ആ അറസ്റ്റ് ഏതാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. കാരണം ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം തന്നെ ഒരു മാധ്യമത്തിൽ ചർച്ചയ്ക്ക് വന്നത്. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, നല്ല ബന്ധമുണ്ട്. പക്ഷേ അന്ന് വന്ന സമയത്ത് അദ്ദേഹം വാസു സാറിനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. നോക്കൂ, ജാമ്യം കിട്ടാതെ 1 മാസത്തിന് മുകളിലായിട്ട് ശ്രീ N വാസു ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. എത്രയോ തവണയാണ് വാസുവിൻ്റെ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതികൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ശ്രീ വാസു സാറിനെ തള്ളിപ്പറയാൻ ശ്രീ ഹസ്കർ തയ്യാറല്ല. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം SIT പോരാ, ഓഹോയാണ്. പത്മകുമാറിനെ പോലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആഹായാണ്. ഇത് മാത്രമേ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ എന്ന് തുറന്നു കാണിക്കാൻ അദ്ദേഹം കാണിച്ചൊരു ചങ്കൂറ്റം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്ന് തുറന്നു പറയാൻ തയ്യാറായത്. നോക്കൂ, ഇത് ഈ കൊള്ള സംഘത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. ഈ 2 കൂട്ടർക്കും പങ്കുണ്ടത് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സംഘമാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നതിനകത്ത്. ശക്തമായ തെളിവുകളാണ് ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 കൂട്ടർക്കും ഇതിനകത്ത് ഒഴിച്ചുപോകാൻ സാധിക്കില്ല. പിന്നെ LDF വളരെ സമ്പന്നമാണല്ലോ. ഇപ്പോൾ നോക്കൂ, അടിവസ്ത്രം കക്കുന്ന മുൻ മന്ത്രി മുതൽ സ്വർണം കട്ട മന്ത്രിമാർ വരെയൊക്കെ ഇപ്പം LDFിൽ സമ്പന്നരായിട്ട് LDF അതുകൊണ്ടെല്ലാം സമ്പന്നമായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. നോക്കൂ, ഈ രാഷ്ട്രീയം അത്രമാത്രം മലീമസപ്പെട്ടിരിക്കുന്നു ശ്രീ വിനോദ്. ഈ 2 മുന്നണികളും കൂടി ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ രംഗത്തെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായേ തീരുള്ളൂ. വിശ്വാസികൾക്ക് ഈ 2 കൂട്ടരും വിശ്വാസമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ശബരിമലയിലെ മുതൽ കട്ടുപിടിച്ചു കൊണ്ടുപോകുന്നു. കക്കാൻ സാധിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും കക്കുന്നു. ശബരിമല ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല. ഗുരുവായൂർ പോയാലും ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് പോയാലും തൃപ്പൂണിത്തറയ്ക്ക് പോയാലും എല്ലാ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ നാം പരിശോധനയ്ക്ക് വിധേയമാക്കിയാലും അവിടെ എല്ലാം തീവട്ടിക്കൊള്ള നടക്കുന്നു. ക്ഷേത്രങ്ങളുടെ വിശാലമായിട്ടുള്ള വിസ്തൃതിയുള്ള ഭൂമി നഷ്ടപ്പെടുന്നു. കയ്യേറ്റക്കാരെല്ലാം ഇത് കയ്യേറിക്കൊണ്ടു പോകുന്നു. ഇതൊന്നും ചോദിക്കാൻ ആരും തയ്യാറാകുന്നില്ല. മാറി മാറി ഭരിക്കുന്ന ഈ 2 മുന്നണികളും അവർ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡുകളും ഇന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, CPMനെ സംബന്ധിച്ച് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, പാർട്ടി നിയോഗിച്ച 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇന്ന് അകത്താണ്. ഒരാള് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കുന്നില്ല. ഒരു വരി സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പോലും തള്ളി പറയാൻ സാധിക്കാത്ത സാഹചര്യം. കാരണം ശ്രീ പത്മകുമാർ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന പല ആൾക്കാരുടെയും പേരുകൾ ഇതിനകത്തുണ്ട്, അതൊക്കെ പുറത്തു വരുന്നു, അതുകൊണ്ട് എനിക്ക് അതൊന്നും പറയാൻ സാധിക്കില്ലെന്ന് ഒരു ഏറ്റുപറച്ചിൽ മുൻപ് ഈ അന്വേഷണത്തിന്റെ ആദ്യ സമയത്ത് പത്മകുമാർ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ CPMമാരെ സംബന്ധിച്ച് അവർ ദൈവത്തെ പോലെ ആരാധിക്കുന്നതും ഇതിനൊക്കെ കാരണം അവരുടെ പാർട്ടി ഇത്രത്തോളം വളരാനൊക്കെ കാരണഭൂതനായിട്ട് കണക്കാക്കുന്നതൊക്കെ വലിയ വലിയ നേതാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ ആകാം ഈ പിന്നിൽ. അതുകൊണ്ടാണല്ലോ പത്മകുമാറിനെ പുറത്താക്കാൻ പോലും 2 മാസക്കാലമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെ സസ്പെൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന ആ പാർട്ടി നിൽക്കേണ്ട സാഹചര്യമല്ലേ? ഇവർ ജനങ്ങളിൽ നിന്നകന്നു, വിശ്വാസികളിൽ നിന്നു. ഈ 2 കൂട്ടരെ ഇവർക്ക് ജനങ്ങൾക്ക് വിശ്വാസമില്ല. CBI അന്വേഷണം
ആ അന്വേഷണത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ശ്രീ വിനോദ് നമ്മുടെ ഈ ശബരിമല വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CBI വരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ യജമാനന്മാരുടെ ഊരിപ്പിടിച്ച വാളുകൾക്ക് മുമ്പിൽ മുട്ടുപറയ്ക്കാത്ത അന്വേഷണ ഏജൻസിക്ക് മാത്രമേ ഈ ശബരിമലയിൽ നടന്ന തീവെട്ടിക്കൊള്ള, ഈ എന്താണ് പറയുക, ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഈ കൊള്ളയ്ക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും.